സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെന്ന് ധനവകുപ്പ്. ചെലവ് കൂട്ടരുതെന്ന് വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ലാഭകരമല്ലാത്ത പദ്ധതികൾ ഒഴിവാക്കണമെന്നും ആവശ്യമെങ്കിൽ ജീവനക്കാരെ പുനർവിന്യസിക്കണമെന്നും ധനവകുപ്പ് നിർദ്ദേശത്തിൽ പറയുന്നു. അടുത്ത വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള സർക്കുലറിലാണ് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയത്. പ്രജിത് മോഹൻ വിശദാംശങ്ങൾ നൽകും. പ്രജിത്ത്, അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു എന്ന് കൃത്യമായി വിരൽ ചൂണ്ടുന്നതാണല്ലോ ധനവകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ഈ സർക്കുലർ. ഗൗതം, അടുത്ത വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ വിവിധ വകുപ്പുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിലാണ് ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ളത് ഈ സർക്കാരിൻ്റെയല്ല, മുൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെ വ്യക്തമായിരുന്നതാണ്. പലപ്പോഴും പൊതുവിപണിയിൽ നിന്ന് മൂലധന നിക്ഷേപങ്ങൾക്ക് വർദ്ധിപ്പിക്കുന്നതിനായി കടമെടുക്കുന്ന, മൂലധന ചെലവുകൾ നടത്തുന്നതിനായി എടുക്കുന്ന തുക സർക്കാരിൻ്റെ ശമ്പളവും പെൻഷനും പോലെയുള്ള പദ്ധതികൾക്കായി, നടപടികൾക്കായി ഉപയോഗിക്കുന്ന തലതിരിഞ്ഞ സാമ്പത്തിക രീതികൾ നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ കടക്കണിയിലേക്കും പലിശക്കണിയിലേക്കും പോയൊരു നാട് കൂടിയാണ് നമ്മുടേത്. അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ രീതിയിലുള്ള ട്രഷറി നിയന്ത്രണം, പദ്ധതികളുടെ നടത്തിപ്പിലൊക്കെ വലിയ വീഴ്ചകൾ വന്നിരുന്നു. അതിനെ വലിയ രീതിയിൽ വിമർശിച്ച ഒരു സർക്കാരാണ്, അല്ലെങ്കിൽ പുതിയ സംവിധാനമാണ് ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ അവരുടെ കാലത്തും സമാനമായ രീതിയിൽ മാത്രമായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ നിർദ്ദേശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി എന്താണ് പുതിയ ബജറ്റുകൾ വരുമ്പോൾ അതിൽ കൊണ്ടുവരാൻ പോകുന്ന മാജിക് എന്ന ചോദ്യം വളരെ പ്രധാനമായും പ്രസക്തമായും ഉയർന്നതാണ്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിയന്ത്രണങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് കേരളം എന്നുള്ളത് അംഗീകരിക്കുകയും അതിനനുസരിച്ചുള്ള ചെലവ് ചുരുക്കിയുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നൊക്കെയാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും കാതലായ ചില വശങ്ങൾ എന്നുള്ളത്, സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയില്ലാത്ത പുതിയ പദ്ധതികളൊന്നും വേണ്ട. അതായത് സ്വാഭാവികമായ രീതിയിൽ വകുപ്പുകളുടെ ഭാഗത്ത് നിന്ന് പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനൊക്കെ ഇനി സർക്കാരിൻ്റെ പ്രത്യേക അനുമതി, ധനവകുപ്പിൻ്റെ പ്രത്യേക അനുമതി എടുത്ത് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് വകുപ്പുകളെ സാമ്പത്തികമായി ഞെരുക്കുന്ന നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു എന്നുള്ളതാണ് ഈ ഉത്തരവിൻ്റെ കാതലായിട്ടുള്ള ഭാഗം. അതോടൊപ്പം തന്നെ ലാഭകരമല്ലാത്ത പദ്ധതികൾ ഒഴിവാക്കാനും സർക്കാർ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന സംശയങ്ങൾ, പല മേഖലകളിലും നടപ്പിലാക്കുന്ന, പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ അടക്കം നടപ്പിലാക്കുന്ന, സർക്കാരിന് ലാഭം ചെയ്യാത്ത എന്നാൽ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന പല ക്ഷേമ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ സർക്കാർ ചെലവ് ചുരുക്കി ഇത്തരം പദ്ധതികളുടെ നടത്തിപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്, എന്താണ് സംസ്ഥാന സർക്കാരിന് ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നയം എന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം നിയമസഭയിലടക്കം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്, ഞങ്ങൾ കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന്, കടക്കണിയിൽ നിന്ന് കരകയറ്റും എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സർക്കാരിൻ്റെ സമീപനത്തിൽ നിന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു റിഫോർമേറ്റീവായിട്ടുള്ള സാമ്പത്തിക നയ നടപ്പിലാക്കുന്നതിൻ്റെ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോഴാണ് വീണ്ടും പഴയ സർക്കാരിൻ്റെ പല്ലവി തന്നെ വി ഡി സതീശൻ സർക്കാരും ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രസക്തമാകുന്നത്. ഇവിടെ കാശില്ല, സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് തന്നെ പുതിയ പദ്ധതികൾ അതിന് നിയന്ത്രണമുണ്ട്. അതോടൊപ്പം തന്നെ ലാഭകരമല്ല എന്ന് സർക്കാർ കാണുന്ന പദ്ധതികൾ അതിന് നിയന്ത്രണമുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കിക്കോളൂ എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന പദ്ധതികൾ ഒഴിവാക്കുന്ന സമയത്ത് അതിൽ ഉള്ള ജീവനക്കാരെ മറ്റ് കാര്യങ്ങൾക്കായി പുനർവിന്യസിക്കണമെന്നൊരു നിർദ്ദേശവും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിലുള്ളൊരു കോസ്റ്റ് കട്ടിങ്ങിലേക്ക് സർക്കാർ പോകുന്നു. പക്ഷേ അത് നിത്യനിദാന ചെലവുകൾക്ക്, സർക്കാരിൻ്റേതായ ചെലവുകൾക്ക് ഒന്നും കുറവ് വരുത്താതെ പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പദ്ധതികളിലേക്കാണ് കടംപെട്ട് പോകുന്നത് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പലവിധമായ രേഖകൾ പുറത്തുവിട്ട്, പ്രത്യേകിച്ച് ബജറ്റിൽ ഉണ്ടാകുന്ന വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, പക്ഷേ അത് ബലത്തിൽ വരുമ്പോൾ നടപ്പിലാക്കാത്തതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിലടക്കം നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും നമ്മൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് ഗൗതം. അന്ന് ചില പദ്ധതികൾക്കൊക്കെ പ്രഖ്യാപിച്ച്, അതായത് 75% കോസ്റ്റ് കട്ടിങ്ങിലേക്ക് പോകുകയും ആരോഗ്യ വകുപ്പ് പ്രഖ്യാപിച്ച മിക്കവാറും എല്ലാ പദ്ധതികളും നടപ്പിലാകാത്ത രീതിയിലേക്കും കാര്യം പോയതാണ്. കോടികൾ പ്രഖ്യാപിച്ചു, എന്നാൽ ഒരു രൂപ പോലും ആ പദ്ധതികൾക്കായി നൽകാത്ത സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ സർക്കാരിൻ്റെ കാലത്തും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പോലും ഇപ്പോൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയിരിക്കുന്ന ബജറ്റിൽ പോലുമുള്ള പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഈ ഉത്തരവ് നൽകുന്നത്. ഗൗതം, എന്തായാലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുന്നു. ധനവകുപ്പ് തന്നെ
ഇക്കാര്യം സമ്മതിക്കുകയാണ്. ധനവകുപ്പ് മറ്റ് വകുപ്പുകൾക്കുൾപ്പെടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കകത്താണ് ഇത്തരത്തിൽ സാമ്പത്തിക ചെലവ് കൃത്യമായിട്ട് കുറയ്ക്കണം എന്ന കാര്യം അടിവരയിട്ട് പറയുന്നത്. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.